നമുക്ക് സർക്കിളിന്റെ ആദ്യത്തെ ചോദ്യം നോക്കാവേ. ആദ്യത്തെ ചോദ്യം ഇത് പേജ് നമ്പർ 42 ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളത്. സപ്പോസ് വി ഡ്രോ എ സർക്കിൾ വിത്ത് ദ ബോട്ടം സൈഡ് ഓഫ് ദി ട്രയാങ്കിൾസ് ഇൻ ദ പിക്ചർ ആസ് ഡയമീറ്റർ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചറിന്റെ അകത്ത് ഇതിന്റെ ബോട്ടം സൈഡ് നമ്മൾ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ ആണെന്ന് വിചാരിക്കുക. ആണെങ്കിൽ ഫൈൻഡ് ഔട്ട് വെദർ ദ ടോപ്പ് കോർണർ ഓഫ് ഈച്ച് ട്രയാങ്കിൾ ഈസ് ഇൻസൈഡ് ദ സർക്കിൾ, ഓൺ ദ സർക്കിൾ ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ഈ ട്രയാങ്കിൾ വരച്ചപ്പോൾ ഇതിന്റെ ഇവിടെ ഈ വന്നിരിക്കുന്ന ടോപ്പ് പോർഷൻസ് ഇൻസൈഡ് ദ സർക്കിൾ, ഓൺ ദ സർക്കിൾ, ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കാണാനായിട്ട് നമ്മൾ ഇതിന്റെ സ്റ്റെപ്സ് ഒന്ന് നോക്കാം. അപ്പൊ ഇതിന്റെ അകത്ത് കുറച്ച് ആംഗിൾസ് തന്നിട്ടുണ്ട് അല്ലെ, 3 ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 110 ഡിഗ്രി, രണ്ടാമത്തെ ആംഗിൾ തന്നിരിക്കുന്നത് 90 ഡിഗ്രി ആണ്, മൂന്നാമത്തെ ആംഗിൾ 70 ഡിഗ്രി അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നോക്കാം ഇത് എങ്ങനെ വരുമെന്ന്. അപ്പൊ ഇതിന്റെ ആംഗിൾസ് ഇപ്പൊ 90 ഡിഗ്രി, ഏറ്റവും ചെറുത് 70 ഡിഗ്രി, രണ്ടാമത്തത് 90 ഡിഗ്രി, മൂന്നാമത്തത് 110 ഡിഗ്രി. ഇതാണ് ഓർഡറിൽ വന്നിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ആംഗിൾ നമ്മൾ 110 എടുത്തു കഴിഞ്ഞാൽ 110 എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തേത് വരുന്നത് 90 ഡിഗ്രി, സെക്കൻഡ് 90 ഡിഗ്രി, തേർഡ് എന്ന് പറയുന്നത് 70 ഡിഗ്രി അല്ലേ. ഇവിടെ 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രി, ഇവിടെ 70 ഡിഗ്രി. അപ്പൊ ഇതിൻ്റെ അകത്ത് സെക്കൻഡ് ആംഗിള് തേർഡ് ആംഗിളിനെക്കാട്ടിലും വലുതും ഫസ്റ്റ് ആംഗിളിനെക്കാട്ടിലും ചെറുതുമാണ്. അപ്പൊ ഈ സെക്കൻഡ് ആംഗിൾ വരുന്നതാണ് നമ്മുടെ മിഡിലിൽ വരുന്ന ആംഗിള് ഏതാണ്, ഇത് അല്ലേ. അപ്പം അതുകൊണ്ട് therefore top corner will be on the circle angle of the third triangle. എത്ര വരുന്നത്? angle of the third triangle is equal to 70 degree. 70 ഡിഗ്രി 90 ഡിഗ്രിയെക്കാട്ടിലും കൂടുതലാണോ കുറവാണോ? കുറവല്ല. 70 degrees less than 90 degree. അതുകൊണ്ട് therefore the top corner will be outside the circle and this will be on the circle and this will be inside the circle. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാവേ. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാവേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് ഒരു പിക്ചറിന്റെ ബേസ് ചെയ്തിട്ടുള്ള തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഫോർ ഈച്ച് ഡയഗണൽ ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ഷോൺ. ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്, അതിന്റെ ഡയഗണലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയഗണൽ എന്ന് വെച്ചാൽ എന്താണ്? ഡയഗണൽ എന്ന് വെച്ചാൽ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടെങ്കിൽ അതിന്റെ കോർണർ ടു കോർണർ വരയ്ക്കുന്ന വരയ്ക്കാണ് നമ്മൾ ഡയഗണൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നിന്ന് ഇവിടോട്ടൊരു വര വരച്ചു, അല്ല ഇവിടെ നിന്ന് ഇവിടോട്ടൊരു വരച്ചു. അപ്പൊ അതാണ് അതിന്റെ ഡയഗണൽ എന്ന് പറയുന്നത്. Check whether the other two corners are inside, on or outside the circle with the diagonal as diameter. അപ്പൊ നമ്മൾ ഈ ഒരു ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അതർ ടു കോർണേഴ്സ് ഏതാ? ഒന്ന് ഇവിടത്തേത്, ഒന്ന് ഇവിടത്തേത്, മറ്റൊന്ന് ഇവിടത്തേത്. അപ്പൊ ആ അതർ ടു കോർണേഴ്സിൽ വരുന്ന ആ ഒരു പോയിന്റ് ഇല്ല, ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും, ഈ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ, ഇൻസൈഡ് ദ സർക്കിൾ, ഔട്ട്സൈഡ് ദ സർക്കിൾ, ഇതിൽ ഏത് കാറ്റഗറിയിൽ വരും എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഒരു ആംഗിൾ എത്രയെന്ന് നമുക്ക് അറിയത്തില്ല, അവർ തന്നിട്ടില്ല. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എത്ര? 360. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 360യിൽ നിന്നും ഇത് നമുക്ക് മൈനസ് ചെയ്യണം. എത്രയൊക്കെ മൈനസ് ചെയ്യണ്ടേ? 105, 110ഉം 55ഉം അല്ലേ. അപ്പം 105 പ്ലസ് 110 പ്ലസ്
5. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? is equal to 360 minus 270 is equal to 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യും. ഇവിടെ നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടി. ഇപ്പൊ നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടിയിട്ടുണ്ട്. ഓരോ ആംഗിൾസും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? ഈ ഓരോ കോർണേഴ്സും ഇൻസൈഡ് ഓൺ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിൾ ആണോ എന്നുള്ളതാണ് നമുക്കിനി കണ്ടെത്തേണ്ട കാര്യം. അപ്പൊ നമുക്കിവിടെ 4 ആംഗിളുള്ളത് അല്ലേ? 90 ഡിഗ്രി ഉണ്ട്, 105 ഉണ്ട്, 55 ഉണ്ട്, 110 ഉണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് 55 ഡിഗ്രി, അതായത് ഈ ഡിഗ്രി നമ്മൾ ഇതിന്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാന്ന് വെച്ചാൽ ഈ ഡിഗ്രി സർക്കിളിന്റെ ഓൺ ആയിരിക്കും. ഡി വിൽ ബി അല്ലെങ്കിൽ 55, ഇവിടെ നമുക്ക് ഡി കൊടുക്കണം. 55 ഡിഗ്രി വിൽ ബി ഓൺ ദ സർക്കിൾ because it is less than 90 degree which lies on the opposite side. Opposite side. ഇനിയും അടുത്തെന്ന് പറഞ്ഞാൽ 105 10 105 and 110 degree will lie inside the circle as they are less than 90 degree. അപ്പോൾ 90 ഡിഗ്രി ആണെങ്കിൽ 90 ഡിഗ്രിയേക്കാളും കൂടുതലായതുകൊണ്ട് ഇവർ രണ്ടുപേരും 105ഉം 110ഉം ഇൻസൈഡ് ദ സർക്കിൾ വരും, 55 ഓൺ ദ സർക്കിൾ വരും. അപ്പോൾ 90 ഡിഗ്രി എന്തായാലും ഔട്ട്സൈഡ് സർക്കിൾ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇഫ് സർക്കിൾസ് ആർ ഡ്രോൺ വിത്ത് ഈച്ച് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 5 cm, 12 cm and 13 cm as diameters, then with respect to each circle where would be the third vertex? ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം മനസ്സിലായോ? ഈ ഒരു സർക്കിൾ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇതൊരു ട്രയാങ്കിൾ, ഒരു ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ, അതിൻ്റെ അകത്ത് 12 cm, 13 cm, 5 cm എന്ന് വലുപ്പമുള്ള ഒരു ട്രയാങ്കിളാണ്, സൈഡ്സ് ഉള്ള ഒരു ട്രയാങ്കിൾ. If circles are drawn with each of a triangle of side, with each side of a triangle 5 cm, then with respect, okay, അപ്പം ഇവിടെ നമ്മൾ ഒരു സർക്കിൾ തന്നെ ഇവിടെ വരച്ചെന്ന് വെച്ചോ, ഇത് ഡയമീറ്റർ ആക്കി 5 cm ഡയമീറ്റർ ആക്കി ഒരു സർക്കിൾ, 12 cm ഡയമീറ്റർ ആക്കി ഒരു സർക്കിൾ, 13 cm ഡയമീറ്റർ ആക്കി ഒരു സർക്കിൾ. ഇതാണ് നമ്മളോട് സപ്പോസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഇനി അവരുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു ഈച്ച് സർക്കിൾ വേർ വുഡ് ബി ദ തേർഡ് വെർട്ടെക്സ്. അപ്പം ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പം ഇവിടുത്തെ വെർട്ടെക്സ് പറയുമ്പോൾ 1 2, അപ്പം തേർഡ് വെർട്ടെക്സ് എവിടോട്ട് വരും എന്നുള്ളതാണ് അവരുടെ ചോദ്യം. അത് നമ്മൾ ഒന്ന് കണ്ടുപിടിക്കുക. എങ്ങനെ തേർഡ് വെർട്ടെക്സ് കണ്ടുപിടിക്കും? അപ്പം ഇതൊരു എന്ത് തരം ട്രയാങ്കിൾ ആണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ? എങ്ങനെ നമുക്ക് മനസ്സിലാവും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന്? ഓഫ് കോഴ്സ് നമുക്കിവിടെ ഒരു 90 ഡിഗ്രി ഉണ്ട്, അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കാം. ഇതിൻ്റെ തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ 12 cm ഉണ്ട്, 13 cm ഉണ്ട്, 5 cm ഉണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ സ്റ്റെപ്സ് എഴുതാവേ. sides are 12 cm,
13 centimeter and 5 centimeter is equal to 52 plus 122 is equal to 25 plus 144 is equal to 169 is equal to 132. Therefore, triangle ABC is a right angled triangle. ഇവിടെ angle B is equal to 90 degree. Angle A plus angle C is equal to 90 degree. എല്ലാത്തിനും 90 degree എന്തായാലും വരാൻ പറ്റത്തില്ല. A is equal to A is 90 degree and angle C is 90 degree. Now we are taking BC. BC diameter. BC as diameter. Take BC as diameter. Appam and draw a circle. BC diameter ആണെങ്കിൽ angle A നമ്മൾ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചു. Angle A greater than 90 degree. So A will be outside the circle. ഇനി അടുത്തത് AB ബേസ് ആയിട്ട് എടുക്കുന്നത് AB as diameter. And draw a circle. So angle C, AB വരുമ്പോൾ angle C അല്ല ഓപ്പോസിറ്റ് വരുന്നത്. Angle C എത്ര 90 degree ആണ്. So C will be outside the circle. ഇനി ലാസ്റ്റ് ആണ് AC ബേസ് എടുത്ത് AC as ഡയമീറ്റർ എടുത്തു കഴിഞ്ഞാൽ സർക്കിൾ ഡ്രോ ചെയ്ത് കഴിയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് ആംഗിൾ B ആണ്. ആൻഡ് ഡ്രോ എ സർക്കിൾ. അപ്പം ആംഗിൾ B is equal to 90 degree. ആംഗിൾ B ഇവിടെ 90 ഡിഗ്രി ആണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. ആംഗിൾ B is equal to 90 degree. അപ്പം 90 ഡിഗ്രി വന്നാൽ എന്താണ്? സോ B will be on the circle. അപ്പം ഇവിടെ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ 90 ഡിഗ്രിയെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെയുള്ള കണക്കുകളെല്ലാം വരുന്നത്. 90 ഡിഗ്രി ആണെങ്കിൽ സർക്കിൾ ചെയ്ത്, 90 ഡിഗ്രിയെക്കാളും കൂടുതലാണെങ്കിൽ അകത്ത് ഇൻസൈഡ്, 90 ഡിഗ്രിയെക്കാളും കുറവാണെങ്കിൽ ഔട്ട്സൈഡ്. അപ്പം എന്താ ഓർത്തിരിക്കേണ്ടത്? ഇവിടെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി 90 ഡിഗ്രി ആണെങ്കിൽ ഓൺ, 90 ഡിഗ്രിയെക്കാളിലും കൂടുതലാണെങ്കിൽ ഗ്രേറ്റർ ആണെങ്കിൽ എന്ത് വരും? ഇൻസൈഡ് ആണ് ഉദ്ദേശിച്ചത്, ഇൻസൈഡ്. ലെസ് ആണെങ്കിൽ ഔട്ട്സൈഡ്, ഔട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഓർത്തിരിക്കേണ്ടത്. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും.
ഇതുവരെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. വീഡിയോ ഫേസ്ബുക്കിൽ കൂടി കാണുകയാണെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ എപ്പിസോഡുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ബൈ.